ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പൊ എന്നെ ശ്രദ്ധിക്കേ, പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ വരെ തുറപ്പിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ വരെ തുറപ്പിക്കാൻ കഴിയും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്റെ പ്രയർ അടഞ്ഞതിനെ ഒക്കെ തുറപ്പിക്കണം. നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ വരെ തുറപ്പിക്കട്ടെ. നിന്റെ പ്രാർത്ഥന യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. നിനക്കതിൽ നിന്നുള്ള ദൂതെന്താ? നീ പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം വരെ തുറക്കപ്പെടും. ഗ്ലോറി. ഭൂമിയിൽ ചിലത് തുറക്കാനുണ്ട്, സ്വർഗത്തിൽ ചിലത് തുറക്കാനുണ്ട്, നിന്റെ കുടുംബത്തിൽ ചിലത് തുറക്കാനുണ്ട്. ഈ ബൈബിളിൽ നിങ്ങൾ പഠിക്കണേ, പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ മാത്രമാണ് സ്വർഗം തുറക്കുന്നത്. ബൈബിളിൽ യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പ്രത്യേകത, യാക്കോബ് ജയിച്ചത് മുഴുവൻ പ്രയറിൽ. എന്തുവാ? അവന്റെ പേര് മാറ്റിയിട്ടത് പത്രത്തിൽ പരസ്യം ചെയ്തല്ല. ആണോ? യാബോക്കടവിലെ ഒറ്റ പ്രാർത്ഥന ദൈവം ഇറങ്ങി വന്ന് പേര് മാറ്റിയിട്ടേ. കേട്ടോ, പ്രാർത്ഥന നിന്റെ പേര് മാറ്റിയിടും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രയർ, യാക്കോബ് ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യം ഉണ്ടായി. ഒരു വനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു നിർജ്ജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബൈബിൾ പറയുക, അവനൊരു സ്വപ്നം കാണുക. സ്വപ്നം എന്താണെന്നറിയോ? സ്വർഗം തുറന്നിട്ടിരിക്കുക. ഒരു ഗോവേണി സ്വർഗത്തിന്റെ വാതിലിനെ തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്രാർത്ഥിക്കുന്നവൻ ഉറങ്ങാൻ കിടന്നാലും സ്വർഗം തുറക്കും. ഒരാമയും വരുന്നില്ല. ചെല്ലു പറഞ്ഞിട്ട്, ഇന്നലെ രാത്രി ഞാൻ ദിവ്യ ദർശനം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാനൊരു ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. നക്ഷത്രങ്ങൾ, ദൈവത്തിന് സ്തോത്രം, സ്പാർക്കായി നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുന്ന കാഴ്ച. ആ രാത്രി എനിക്ക് വലിയ ദിവ്യ ദർശനത്തിന്റെ രാത്രിയായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്ന അങ്ങനൊരു രാത്രി മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ആരെല്ലാം നിന്റെ മുമ്പിൽ വാതിലടച്ചാലും യാക്കോബിന്റെ മുമ്പിൽ സ്വർഗം ദൈവം തുറന്നിട്ട് കാണിക്കാൻ കാര്യം എന്നറിയാമോ? അവൻ ജനിച്ച വീട് അവന്റെ മുമ്പിൽ അടയപ്പെട്ടു. ഇതുവകൾ പ്രാർത്ഥിക്കുന്ന നിന്നോട് അതൂത്, നിനക്ക് ഭൂമിയിൽ അടഞ്ഞാൽ സ്വർഗത്തിൽ തുറക്കും. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. അടഞ്ഞതിനെ നോക്കി കരയാതെ, തുറക്കാൻ പോകുന്നതിനെ നോക്കി. ഈ എല്ലാ വഴി അടഞ്ഞു കിടക്കുമ്പോഴേ ഈ പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്തെ ചിരി മായാത്ത എന്നാന്നറിയാവും? അവനെ ഇവിടെ അടഞ്ഞെങ്കിൽ മേളിൽ തുറന്നിട്ടുണ്ട്. ഇന്നൊന്ന് അടുത്തിരിക്കുന്ന ആളോട് പറ, ഒന്നടഞ്ഞെങ്കിൽ വേറെ തുറന്നിട്ടുണ്ടെന്ന് പറ. കേട്ടോ, മിണ്ടുന്നില്ല. നീ ഇവിടെ വന്നേച്ച് വിശ്വാസം പറയാതെ പോകരുത്. അടഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാ തുറക്കുന്നേ. ഓ ഹല്ലേലൂയ. നിന്റെ വഴി അടയ്ക്കുന്ന ഒരു എതിരാളി ഉണ്ടെങ്കിൽ നിനക്ക് വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. യാക്കോബേ, നിന്റെ എതിരാളി ഏശാവാ, നീ പേടിക്കരുത്. പക്ഷെ നിനക്ക് അനുകൂലം ദൈവമാണ്. ഒരു ചോദ്യമേ, എതിരാളിയായ ഏശാവ് അനുകൂലമാകുന്നതാണോ നല്ലത്, ദൈവം അനുകൂലമാകുന്നതാണോ നല്ലേ? പറ. ചിലരൊക്കെ നിനക്ക് പ്രതികൂലമായത് ദൈവം അനുകൂലമാകാനാന്ന്. മനസ്സിലായി വരുന്നുണ്ടോ? ചില ബന്ധങ്ങൾ നിന്റെ വാതിൽ അടച്ചെങ്കിൽ നീ പേടിക്കരുത്. നിനക്ക് സ്വർഗത്തിൽ
യോഹന്നാനെ പിടിച്ച് പത്മോസിലോട്ട് വലിച്ചെറിഞ്ഞു ഡൊമിഷ്യൻ ചക്രവർത്തി. എന്നിട്ട് ഡൊമിഷ്യൻ പറയാ, നീ അവിടെ കിടന്ന് അവസാനിച്ചാ മതി. ജീസസ് ചുറ്റും പാറക്കെട്ടുകളും കടലിനാൽ നിബിഡമായി നിൽക്കുന്ന പത്മോസിനകത്ത്, കുഞ്ഞു ദ്വീപിനകത്ത് കിടക്കുന്ന യോഹന്നാനോട് ദൈവം ഇറങ്ങി വന്നേച്ച് പറയുക, വെളിപ്പാട് നാടിൽ യോഹന്നാൻ പറയാ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. മിണ്ടുന്നില്ല. ഡൊമിഷ്യ, നീ അടച്ചാൽ ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളുടെ കണക്ഷൻ ദൈവവുമായിട്ടാ. ഞാനൊരു ദൈവശബ്ദം കേൾക്കുക. ആ ശബ്ദം ഇതാണ്, അടഞ്ഞതെല്ലാം ഈ ദിവസങ്ങളിൽ തുറന്ന് വരാൻ പോവാ. നിന്റെ പ്രാർത്ഥനയിൽ ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. ആരെല്ലാം മുമ്പിൽ അടച്ചോ, ജീസസ്, യാക്കോബേ, ജീസസ്, യേശാവ് നിന്റെ വീടിന്റെ വാതിലടച്ചു, നിന്റെ സഹോദരൻ നിന്റെ വീടിന്റെ വാതിലടച്ചു. നീ പേടിക്കരുത്, ഒരുവൻ നിനക്ക് അനുകൂലമാ. പൗലോസ് പുതിയ നിയമത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ടൊന്ന് ധ്യാനിക്കണം. അടയപ്പെട്ട വിഷയത്തെക്കുറിച്ച് ടെൻഷൻ എടുക്കരുത്. ഇന്ന് പ്രവചിക്കുക, അടഞ്ഞു കിടക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ തുറന്നു വരാനൊരു കാലമുണ്ട്. എല്ലാം പ്രയറിലാണ് നടക്കുന്നത്. പ്രയറിൽ ശുശ്രൂഷയിൽ കത്തിശോഭിച്ച ഈ ചില വാതിലൊക്കെ ചിലർ അടയ്ക്കാൻ ശ്രമിക്കുമ്പം പ്രാർത്ഥിക്കുന്നതിന് പേടിയില്ലാത്ത എന്നാന്നറിയോ, ദൈവം അവന് അനുകൂലമാണ്. ഈ സങ്കീർത്തനത്തിന് വാക്യമുണ്ട്, വായിക്കേണ്ട കേട്ടോ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറയാ, എൻ്റെ ഉള്ളിൽ ബലം നൽകി. ബാക്കി പറയാോ, എന്നെ ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞ മനസ്സിലായി. ഈ പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര ധൈര്യ, അസാധാരണ ധൈര്യ. യേശുവിന്റെ നാമത്തില്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ, യാക്കോബ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ഗോവേണി, അതിലെ ഒരഗ്രം യാക്കോബ് കിടക്കുന്ന മുള്ളിനിടയിലാ, മറ്റേ അഗ്രം സ്വർഗത്തെ തൊട്ടുകൊണ്ടിരിക്കുക. ദൂതെന്തുവാ, നിന്റെ പ്രയറിന് സ്വർഗത്തെ വരെ തൊടാൻ പറ്റും. ഇനി കേട്ടെ, എന്നിട്ട് അതേ കാണിക്കുക, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും. അർത്ഥം കേട്ടോണം, യാക്കോബേ, നിന്റെ എതിരാളി നിന്റെ പുറകെ വരുന്നുണ്ട്, നിന്റെ റൂട്ട് മാറ്റാൻ പോവുക. ഇനി നീ ഒരു ഏണിയിലൂടെ കയറുന്ന പോലെ നിന്റെ എതിരാളിക്ക് കയറാൻ പറ്റാത്തൊരു വഴിയിലൂടെ നിന്നെ ഞാൻ, കാരണം നിന്നോട് ദൂതുണ്ട്, നീ ശക്തിപ്പെടുമെന്ന്. ഈ റെബേക്ക തൻ ഗർഭസ്ഥയായപ്പം തൻ്റെ ഉള്ളിൽ പിള്ളകൾ തമ്മിൽ തിക്കിയപ്പം അവൾ യഹോവയോട് ചോദിക്കാൻ പോയി. അതാ നമ്മൾ വായിക്കണ്ട. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 വംശങ്ങളാ, ഒന്നിനേക്കാൾ ശക്തിപ്പെടും. യാക്കോബേ, ശക്തിപ്പെടേണ്ടത് നീയാ. മനസ്സിലായില്ലയോ? നിന്നെ കൊല്ലാൻ യേശാവ് കത്തിയെടുത്ത നീ പേടിക്കരുത്. അവന് കേറാൻ വയ്യാത്ത പടികളിലൂടെ നിനക്ക് വരുന്ന വഴി വ്യത്യസ്തമാ, നീ പോകുന്ന വഴി വ്യത്യസ്തമാ, നീ നടക്കുന്ന പാത. ഞാന് ഒരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ ചിലരുടെ ഭാവിയുടെ റൂട്ട് മാറാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ റൂട്ട് മാറാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ ആർക്കും പോകാൻ പറ്റാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുക. നീ ഒരു അത്ഭുതമാകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എത്തിക്കാനിടത്ത് എത്തിച്ച്, ഇരുത്താനിടത്ത് ഇരുത്തി, നിന്നെ മാനിക്കാൻ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം.
പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് ഇരുമ്പടികൾക്കകത്ത് ഹെരോദാ രാജാവ് ബന്ധിച്ചു. ഈ ബന്ധനം അഴിയുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, 1-ാം കാവല്, 2-ാം കാവല്, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ. ഈ 3 വാതിലിനകത്ത് ഇവനെ ബന്ധിച്ചൊതുക്കിയേക്കുക. ഒരു സഭ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞടഞ്ഞു പോയതെല്ലാം തുറന്നു വന്നു. ഇന്ന് നീ ആത്മാവി കാണണം, നിന്റെ മുമ്പിൽ അടഞ്ഞടഞ്ഞു പോയതെല്ലാം ഈ പ്രാർത്ഥനയ്ക്കകത്ത് തമ്പുരാൻ തുറന്ന് ഓപ്പണാക്കി അത്ഭുതം വരത്തക്കവണ്ണം ചിലത് തുറന്ന് ഗ്ലോറി. ഈ ആത്മാവി കാണണം, ചിലതെല്ലാം തുറന്ന് വരും. ഒന്ന് പറഞ്ഞേ, എനിക്ക് മുമ്പിൽ ചിലതൊക്കെ തുറന്ന് കാരണം ഇത് മനുഷ്യനല്ല ചെയ്യുന്ന, ദൈവമാണ്. അവൻ പ്രസാദിക്കത്ത അവൻ ദൈവത്തിന് സ്തോത്രം, നിന്നിൽ പ്രസാദിക്കത്തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചോ. യേശുവിൻ്റെ നാമത്തില് എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് പറയാ, ചിലതൊക്കെ തമ്പുരാൻ തുറന്നു കൊണ്ടുവരും. യേശുവിന് നീ അത്ഭുതപ്പെടാൻ പോവാ. ദൈവം തുറക്കുന്ന കണ്ട് പത്രോസ് അത്ഭുതപ്പെട്ടു. അയ്യോ, ഇങ്ങനെ ദൈവം ചെയ്യുമോ? നിനക്ക് വേണ്ടി ചെയ്യും. ഈ ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ ചോദിക്കാൻ പോവാ, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമോ? വെളിപ്പാട് പറയാം, നിനക്ക് വേണ്ടി ചെയ്യും, നിന്റെ സന്തതിക്ക് വേണ്ടി ചെയ്യും. നിന്നെ ഏതു മുറിക്കകത്ത് ഒതുക്കിയോ അതിനകത്ത് നിന്ന് അടഞ്ഞതെല്ലാം തുറപ്പിച്ച് നിന്നെ എത്തിക്കാൻ കൃപ വെളിപ്പെടട്ടെ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് ആ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ തലമുറ മേൽ ആ വിടുതൽ വ്യാപരിക്കട്ടെ. അടഞ്ഞു പോയതെല്ലാം തുറന്ന് കൃപ. എവിടൊക്കെയോ ഭയങ്കര ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. വാ തുറന്ന് പറ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. ഈ ദിവസങ്ങൾ അത് സംഭവിക്കാൻ പോവുക. ഇനിയും നിന്റെ കുടുംബത്തെ ഇങ്ങനെ ഒരു ദിവസം പോലും വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്റെ കുടുംബജീവിതം വിടിവിക്കപ്പെടാൻ സമയമായി. അത് വെളിപ്പെടാൻ പോവുക. ഈ പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിന്റെ ഒരു പ്രത്യേകതയൂടെ പറയാം. റെബേക്ക ദൈവത്തോട് ചോദിക്കാൻ പോയ കാര്യത്തിനൊരു ദൂതുണ്ട്, അതിപ്പോ പറയുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിന്റെ ഒരു പ്രത്യേകത പറയാം. അപ്പന്റെ കാലത്ത് അനുഭവിക്കാൻ വെച്ച ഉറവ ആര് മൂടിയാലും അതവൻ തുറക്കും. നിന്നോടുള്ളൊരു പ്രവചന ദൂതൂടെ പറയാം, നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചത് ആര് മൂടിയിട്ടാലും ഇന്നത്തെ പ്രാർത്ഥന തുറന്നു വരണം. വാഗ്ദത്തം ഉള്ളവൻ പ്രാർത്ഥിച്ചോണം, വാഗ്ദത്തം ഉള്ളവൻ ഉപവസിച്ചോണം. ഇതല്ല നിന്റെ ഫ്യൂച്ചർ, ഇതല്ല നിന്റെ ആരോഗ്യം, ഇതല്ല നിന്റെ സാമ്പത്തിക ലെവല്, ഇതല്ല നിന്റെ ലൈഫ്. ഒരു ചോദ്യം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ബോധ്യം കിട്ടുന്നുണ്ടോ? എന്തൊക്കെയോ തുറന്ന് വരാൻ പോകുന്നു. മൂടിക്കിടക്കുന്നത് എന്തൊക്കെയോ വെളിച്ചത്ത് വരാൻ പോവുക. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചത് മൂടിക്കിടക്കുക, പക്ഷെ ഇന്നത് പുറത്തു വരും. അത് നിന്നോടുള്ള വാഗ്ദത്തമാ. നിന്റെ സന്തതിയോ പ്രാർത്ഥിക്കുന്ന ചില ഹന്നാമാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ചില ശൂന്യകാരത്തിമാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ചില സഖരിയാമാർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും നിന്റെ കുടുംബത്തിൽ ജൈവം ചെയ്യുന്ന കാര്യങ്ങൾ.
നിന്റെ കുടുംബജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, നിന്റെ സന്തതികളിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, അത് പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുക. നിന്റെ കുടുംബത്തെ വല്ലാതെ തകർത്ത എല്ലാ സ്പിരിറ്റും, ഗതി പിടിക്കാത്ത, കരകയറ്റാത്ത, ഉയർച്ച പ്രാപിക്കാത്ത, നന്മ പ്രാപിപ്പിക്കാത്ത, വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കുന്ന, മ്ലേച്ഛത ചെയ്യിപ്പിക്കുന്ന, പാപം ചെയ്യിപ്പിക്കുന്ന, ദൈവകൃപയെന്ന് വലിച്ചോണ്ട് പോകുന്ന ആ പിശാചിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ നിന്ന് പാപം ചെയ്യാത്തൊരു തലമുറ എഴുന്നേക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. വിശുദ്ധന്മാരുടെ കൂട്ടം എഴുന്നേക്കട്ടെ. യേശു വരാറായി. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, ചിലരെയൊക്കെ അശുദ്ധരാക്കുന്ന ആത്മാവ് ഇന്ന് ചില ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോകുകയാണ്. നിന്റെ കുടുംബത്തിലെ ദൈവപ്രവർത്തിയെ മുടക്കി വെച്ചേക്കുന്ന ചില അശുദ്ധ തലങ്ങൾ, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ചില മ്ലേച്ഛതയുടെ വ്യാപാരം ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രാർത്ഥിച്ചാൽ ചിലത് നേടാൻ പറ്റും, നേടാൻ പറ്റും, നേടാൻ പറ്റും, നേടാൻ പറ്റും. എത്ര പേര് അതിന് തയ്യാറാ? പ്രാർത്ഥിച്ചാൽ ചിലത് നേടാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന നീ അത് നേടിയിരിക്കും. പ്രാർത്ഥിക്കുന്ന നീ അത് കൈവശമാക്കിയിരിക്കും. പ്രാർത്ഥിക്കുന്ന നീ അതിന്മേൽ ജയം പ്രാപിച്ചിരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുടുംബം ഇങ്ങനെ കിടന്നാൽ പോരാ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ആയാൽ പോരാ, ഞങ്ങളുടെ ശുശ്രൂഷ കുടുംബം ഇങ്ങനെ പോയാൽ പോരാ, വേറൊരു ലെവലിൽ എത്തണം. അത് എന്നെ ആത്മാവിൽ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ദൈവത്തിന് സ്വന്തം ഇന്ന് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റു. അതിൻ്റെ കാരണം എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിക്കുന്ന കാര്യം കുടുംബ ബന്ധങ്ങൾക്കകത്ത് കൃപ വ്യാപരിക്കാൻ പോവാന്ന്. നിന്റെ കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന വ്യാപാരം, ഭർത്താവിന് ദുഷ്ട സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറാൻ പോവുക, ഭാര്യയ്ക്ക് ദുഷ്ട സ്വഭാവം ഉണ്ട് മാറാൻ പോവുക, പിള്ളേർക്ക് നിന്റെ വീടിന് ചുറ്റും ദൂതന്മാരുടെ കാവലുണ്ടാകാൻ പോവുക. ഒന്ന് വിടുതൽ ഏറ്റെടുത്തേ. യേശുവിന്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്നൊന്ന് പറഞ്ഞേ. കോട്ടയം പട്ടണത്തിൽ നിന്നെ ആക്കിയത് പിശാചിന്റെ കളിക്കളമാകാനല്ല നിന്റെ കുടുംബം. നിന്റെ കുടുംബം ദൈവത്തിന്റെ ഭവനമാകട്ടെ. ഞാനും എൻ്റെ കുടുംബവുമോ യോശുവ പറഞ്ഞ പോലെ ഞങ്ങൾ യഹോവയെ. എത്ര പേർക്ക് ഒരു നിയോഗമുണ്ട്? ഒരു ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൽ റെബേക്കയുടെ ഉദരം തുറന്നു, 2 സന്തതികളെ കൊടുത്തു. ആ വീടിനെ ദൈവം അങ്ങോട്ട് അലങ്കരിച്ചു. ഒരു ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ആത്മീയ ഗോളത്തിനൊരു ശൗമേൽ ബാലൻ പിറന്നു. ഗ്ലോറി. ഒരു ശൂന്യക്കാരി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് മറുപടി ലഭിച്ചു. ഒരു സഖരിയാവും എലിസബത്തും പ്രാർത്ഥിച്ചപ്പോൾ ഒരു യോഹന്നാൻ പുറത്തു വന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം, നിന്റെ കുടുംബത്തിനകത്ത് എന്തു കുറവുണ്ടോ അത് ദൈവം ഫുൾഫിൽ ചെയ്യാൻ പോവാ. എന്തു നിന്റെ കുടുംബത്തിന് ഇനി വേണോ അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ചില പാരമ്പര്യ ബന്ധനങ്ങൾ ഇന്നത്തെ പ്രയറിൽ അഴിയും. അവന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ എന്ന് വായിക്കുന്ന പോലെ എവിടൊക്കെയോ ചില പാരമ്പര്യ കുരുക്കുകൾ അഴിയുന്ന പ്രയറിൽ. എൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന ബോധ്യം പറയാം. ഈ പ്രസംഗം കാണുന്ന എല്ലാവരും അടുത്തൊരാഴ്ച മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ട, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റെഡിയാന്നോ? റെഡിയാന്നോ? രാവിലെയും വൈകിട്ടും നിനക്ക് പ്രാർത്ഥനയുള്ളെങ്കിൽ ഉച്ചയ്ക്കും അർദ്ധരാത്രിക്കും കൂടെ ഒരു പ്രാർത്ഥന അടുത്ത 7 ദിവസം കൂട്ടണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ അലങ്കരിക്കാൻ പോവുക. ആ ശബ്ദം വീണ്ടും എന്നെ കേൾപ്പിക്കുക. അലങ്കോലപ്പെട്ടതിനെ അലങ്കരിക്കുന്ന കൃപ. എവിടൊക്കെയോ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക, എവിടൊക്കെയോ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുക, എവിടൊക്കെയോ അഭിഷേകം വ്യാപരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ പ്രവർത്തിക്കണമേ. ഒരു ദൂത് പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും നിന്റെ കുടുംബജീവിതത്തിന് വേണ്ടി? അത് നീയാ പ്രാർത്ഥിക്കേണ്ടിയേ. അനിപ്പാസ് അല്ല നീ ഇന്ന് ഈ ഒരാഴ്ച നിന്റെ കുടുംബജീവിതത്തിന് പ്രാർത്ഥിക്കും. നീയാ പ്രാർത്ഥിക്കേണ്ടിയേ.
എത്ര പേര് പ്രാർത്ഥിക്കും? നിന്റെ ഭർത്താവിനെ സമർപ്പിച്ച്, ഭാര്യയെ സമർപ്പിച്ച്, പിള്ളേരെ സമർപ്പിച്ച്, അപ്പൊ നിന്റെ ബന്ധുക്കളെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിയുമ്പോൾ നോക്കണം, അലങ്കോലപ്പെട്ട് കിടക്കുന്ന പല കുടുംബവും ഈ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. ചില ഭർത്താക്കന്മാരിൽ നിന്ന് മാറാത്ത ദുഷ്ട സ്വഭാവം, ഭാര്യമാരിൽ നിന്ന് മാറാത്ത ദുഷ്ട സ്വഭാവം, മക്കളിൽ നിന്ന് മാറാത്ത ദുഷ്ട സ്വഭാവങ്ങൾ ഈ പ്രാർത്ഥനയിൽ അവരെ കഴുകി ശുദ്ധീകരിക്കും. ഒരാൾ കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം ലോർഡ് പലപ്പോഴും ഓർത്തിടുമ്പോൾ അത്ഭുതമേ. നീ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം, എത്ര അത്ഭുതകരമായിട്ടാണ് നിന്നെ നടത്തുന്നു. ഞാനൊക്കെ ശരിക്കും ഓർക്കാറുണ്ട്. ലോർഡ് 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 നിന്റെ കുടുംബത്തെ മറ്റൊരു ലെവലിൽ ദൈവം പണിയാൻ പോവാ. നിന്റെ കുടുംബത്തിലെ കാര്യം അനിപ്പാസക്ക് വെളിപ്പെട്ടാലേ നിനക്കൊരു ചമ്മലുള്ളൂ. പക്ഷെ നിന്റെ കുടുംബത്തിലെ കാര്യം നിനക്ക് തന്നെ വെളിപ്പെട്ടാൽ ചമ്മലില്ല. നീ അത് പരിഹരിക്കും. അടുത്ത 6-7 ദിവസം പലരുടെ ബെഡ്റൂമുകളിൽ സ്വപ്നങ്ങൾ വരും. എന്തിനാണെന്നറിയാമോ? നിന്റെ കുറവ് വെളിപ്പെടുത്തി തരിക. കാരണം എന്തോ ഒരു പുതുക്കിപ്പണി നടക്കാൻ പോവുക. ഞാനൊരു ദൂത് പറയാം, പിശാചിന്റെ പല തന്ത്രവും മന്ത്രവും ഇന്ന് പൊട്ടും. ആ പൊട്ടുന്നേ നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളാണ്. അതിൻ്റെ 2-ാമത്തെ ലൈൻ മുതൽ ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് മുതൽ തുടങ്ങാം. ഹല്ലേലൂയ. ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പരിചിതമായ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വചനം നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ കർത്താവ് തരുമെന്നൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഇസഹാക്കിൻ്റെ കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഒരു വിടുതലിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 2 ആത്മീക സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ സന്ദേശം, പ്രാർത്ഥിക്കുന്ന ഒരു ഇസഹാക്കിനെ അവിടെ കാണാം. 2, പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു റെബേക്കയെ അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല അനുഭവമാണ്! പ്രാർത്ഥിക്കുന്ന ഭർത്താവും ദൈവത്തോട് ചോദിക്കുന്ന ഭാര്യയും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥിക്കുന്ന ഭർത്താവും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഭാര്യയും. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? സ്തോത്രം. അബ്രഹാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇസഹാക്കിൻ്റെ പ്രാർത്ഥന വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ആത്മീക ദൂത് ആദ്യം പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിന്മേൽ കിടക്കുന്ന വാഗ്ദത്ത നിവർത്തിക്ക് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ഇസഹാക്കിൻ്റെ വാഗ്ദത്ത നിവർത്തി സന്തതിയാണെങ്കിൽ നിന്റെ വാഗ്ദത്ത നിവർത്തി സമ്പത്താകാം, ആരോഗ്യമാകാം, കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറാകാം. ആ വാഗ്ദത്ത നിവർത്തി താമസിയാതെ നിന്റെ കുടുംബത്തിലുണ്ടാകും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടണം? സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിറവേറാൻ പോകുന്ന വാഗ്ദത്ത നിവർത്തി, ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ കുടുംബജീവിതങ്ങളെ അലങ്കരിക്കുവാൻ പോകുകയാണെന്ന്. പിശാച് ഒരു വഴിക്ക് കുടുംബജീവിതങ്ങളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ അലങ്കരിക്കുവാൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദൂതിലോട്ട് ഒന്ന് പ്രവേശിക്കാം. ഒന്നാമത്തെ കാഴ്ച, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇസഹാക്കിനെ കാണാം. ഈ എബ്രായ ലേഖന കർത്താവ്, സ്തോത്രം, എബ്രായ ലേഖനം ചമയ്ക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വെളിപ്പെടുത്തുന്ന ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഇസഹാക്കിന്ന് ജനിക്കുന്നവൻ
നിന്റെ സന്തതിയാകുമെന്നൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഇസഹാക്കിന്ന് ജനിക്കുന്നവൻ. അപ്പം നിങ്ങൾക്കറിയാം, ഇസഹാക്ക് ഏകദേശം 40-ാമത്തെ വയസ്സിലാണ് വിവാഹിതനാകുന്നത്. 60 വയസ്സായിട്ടും ഇസഹാക്കിന് തലമുറ ജനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഉടനെ ഇസഹാക്കിന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഈ വാഗ്ദത്തം നിറവേറിയേ പറ്റൂ. ഇന്ന് ചില കുടുംബങ്ങളും തീരുമാനിക്കണം, ഒത്തിരി വാഗ്ദത്തം കിടപ്പുണ്ട്, അത് കേട്ടേച്ച് പോകാനല്ല, അത് പ്രാർത്ഥനയിൽ നിവർത്തിച്ചെടുക്കണം. ഇസഹാക്ക് തീരുമാനിച്ചു, ആരെയും പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ. ഇപ്പം ഞാനൊരു സന്ദേശം പറയാം. വേദപുസ്തകത്തിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. ഒരു കുടുംബത്തിൽ ചിലപ്പം ഭാര്യയായിരിക്കും ആ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ചില വീട്ടിൽ ഭർത്താവാ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പം ഇസഹാക്കാണ് ഭയങ്കര പ്രാർത്ഥനക്കാരൻ. സ്തോത്രം. അബ്രഹാമിന്റെ ചരിത്രം പഠിക്കുമ്പം അബ്രഹാമിന്റെ കുടുംബജീവിതത്തിന്റെ വിടുതലിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും വിശ്വാസം പറയുകയും ചെയ്ത അബ്രഹാമാ. ദൂത് കേൾക്കുമ്പോൾ സാറ ചിരിക്കും. സാറ ചിരിച്ചാലും അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു. അപ്പൊ വാഗ്ദത്തം കേൾക്കുമ്പോൾ ചിരിക്കുന്നവരുണ്ടെന്നും പറഞ്ഞ് നീ ശാന്തമാകരുത്. ചിരിക്കുന്നവർ ചിരിക്കോട്ടെ, കരയുന്നവർ കരഞ്ഞോട്ടെ, പക്ഷെ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഉടനെ നിറവേറും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ. നീ ഒരാൾ മതി നിന്റെ കുടുംബത്തിന്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ആർക്കും തൊടാൻ പറ്റാത്ത മേഖലയിൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. പിശാച് അലങ്കോലപ്പെടുത്തി കളഞ്ഞ ചില കുടുംബജീവിതങ്ങളെ എൻ്റെ ദൈവം ഇനി പുതുക്കി പണിയാൻ പോവുക. ചിലരുടെ സാമ്പത്തിക വിഷയത്തിലാ വിടുതല്, ചിലരുടെ ആത്മീക ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ കുഞ്ഞുങ്ങളുടെ മേലെ വാഗ്ദത്തം നിവർത്തി കിടക്കുന്നേ. എനിക്ക് വാഗ്ദത്തം ഉണ്ട്, പ്രവചനം ഉണ്ട്, അത് ഡയറിയിൽ എഴുതി വെച്ചേക്കുക, പക്ഷെ ഇപ്പം ഞാൻ 0-യിലാണ് എന്ന് പറയരുത്. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. ഓ ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ചൊക്കെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അബ്രഹാമിനോടൊന്ന് ചോദിച്ചു നോക്കി, അബ്രഹാമേ നീ എന്തിനാ ഇങ്ങനെ ശക്തിപ്പെടുന്ന? ഉത്തരം, വാഗ്ദത്തം കിടന്നാ പോരാ, അത് കാണണം. ഓ ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ കാണാൻ പോവുക. ഓ ഹല്ലേലൂയ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ഈ ദിവസങ്ങളിൽ ചിലർക്ക് പ്രേരണ തരാൻ പോവുക. നിന്റെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ കുടുംബജീവിതത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഡിസോർഡർ ആയി കിടക്കുന്ന നിന്റെ തലമുറ ഓർഡറിൽ വരാൻ പ്രാർത്ഥിക്കാൻ. ഓ യേശുവിൻ്റെ നാമത്തിൽ അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ആമേൻ. നിന്നെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ഇന്നൊരു പ്രയർ ആവശ്യമാണ്. ഓ ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്പം കൂടെ ഗഹനമായിട്ട് ഇന്ന് ദൂതിലേക്ക് പോകാം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുക, പൊളിഞ്ഞു കിടക്കുന്ന ചില വീടുകളെ തമ്പുരാൻ പണിതുകൊണ്ട് വരാൻ പോവുക. എഴുതിയിട്ടോ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് റിസൾട്ട് ഉണ്ടാകാൻ പോവുക. അത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുക. നമ്മൾ ഈ ബൈബിളിൽ ചില കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴേ, ഞാൻ ആ ഭാഗത്തല്ല നിൽക്കാൻ പോകുന്ന, ചില കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിലെ വാഗ്ദത്ത നിവർത്തിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സ്തോത്രം പറഞ്ഞ ആൾ അബ്രഹാമാണ്. രാമി വരുന്നില്ല. സാറായി ഒട്ടും മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അബ്രഹാമിനെ അഡോണായി എന്ന് വിളിച്ചോണ്ട് നടക്കുക സാറായി. ഹല്ലേലൂയ. എന്നാ നോക്കിയേ, ഇസഹാക്കിന്റെ കുടുംബജീവിതത്തിൽ വിടുതൽ വേണ്ടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആരാ? ഇസഹാക്ക. എന്നാ നിങ്ങൾ നോക്കിയേ, ഹന്നായുടെ ജീവിതത്തിൽ വന്നപ്പോഴോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഹന്നായ. ഹസ്ബൻഡിനോട് ഈ വിഷയം പറയുമ്പോൾ പുള്ളി പറയും, അത് കുഴപ്പമില്ല മോളെ, 10 മക്കളെക്കാൾ ഞാൻ നല്ലവനില്ലയോ? എന്നെ മോനായിട്ടും കണ്ടോ, ഭർത്താവായിട്ടും കണ്ടോ, അപ്പനായിട്ടും കണ്ടോ? പുള്ളിക്കതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഹന്നായിക്കത് പ്രോബ്ലമാ. ഹന്ന പറയാം, അങ്ങനല്ല, വാഗ്ദത്തം ഉണ്ട്, അത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രാപിക്കും. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട്, നീ തള്ളിക്കളഞ്ഞ ചില വിഷയം ഈ ദിവസങ്ങളിൽ ചകഞ്ഞെടുക്കണം.
അത് നിന്റെ പ്രാർത്ഥനയാൽ പരിഹാരം ഉണ്ടാകുമെന്ന്. ഓ, എത്ര പേർ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അമ്മി, ഞാനിപ്പോഴും ഓർക്കുക, ഒരിക്കൽ അമ്മി സ്തോത്രം, ഒരു പെൺകുട്ടിയല്ല നാമി, ദൈവത്തിന് സ്തോത്രം, 39 വയസ്സ് കഴിഞ്ഞു. ആ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് പുള്ളിക്കാരത്തെ ഉപേക്ഷിച്ചിട്ട് പോയി. ഹല്ലേലൂയ. ആ പുള്ളിക്കാരത്തെ തിരുവനന്തപുരത്ത് വന്ന് പ്രാർത്ഥനയിൽ കൂടുകയാ. എന്നും യോഗം കഴിഞ്ഞപ്പം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരും. പാസ്റ്ററേ, എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പോയിരിക്കുക, 2 പിള്ളേരുണ്ട്. ഹല്ലേലൂയ. എവിടാന്ന് ഒരു വിവരവും ഇല്ല. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്ന? കൂട്ടിച്ചേർക്കണേ. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുക, ഒരു ബ്ലാക്ക് ഷർട്ടിട്ട ഒരു പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്ക വന്നു. ഞാൻ ചോദിച്ചു, ഇതാരാ? പുള്ളി തിരിച്ചു വന്നു. ഗ്ലോറി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്, ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടക്കും. ചില കുടുംബജീവിതത്തിന്റെ മുഖച്ഛായ മാറാൻ പോവുക. സഹിച്ച് മടുത്ത നിന്നോടാ ദൂത്, കണ്ട് നീ സന്തോഷിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ കുടുംബജീവിതം ഇങ്ങനല്ല, വേറൊരു ലെവലിൽ പോകേണ്ടതാ. അതിനെ തടഞ്ഞു വെച്ച കൈകളെല്ലാം ഇന്ന് വഴിമാറിത്തരട്ടെ. നിനക്കറിയാം, എന്തോ ഒരു പോരാട്ടം നിന്റെ ലൈഫിലുണ്ട്, നിന്റെ സന്തതിയോട് ബന്ധപ്പെട്ടുണ്ട്, നിന്റെ അനൈക്യതയ്ക്ക് മുമ്പിലോട് കറുത്ത കൈയുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് പൊട്ടിമാറി യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവാം, ഒരു ദൂതിലോട്ട് വരാൻ വേണ്ടിയാ. ഇന്ന് കർത്താവ് എന്നോട് പറയുക, പ്രാർത്ഥനയിൽ തുറക്കപ്പെടുന്ന വഴികളുണ്ടെന്ന് പറയണമെന്ന്. പ്രാർത്ഥനയിൽ തുറക്കപ്പെടുന്ന വഴികൾ എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക. ശത്രു അടച്ചിട്ടതും ശത്രു മൂടിയിട്ടതും ഒക്കെ ഇന്നത്തെ പ്രാർത്ഥനയിൽ തുറന്നു വരണം. ഇവിടെ ഇരുന്നുകൊണ്ട് വിദൂരതകളിൽ ചിലതിനെ തമ്പുരാൻ തുറന്നു വിടാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം മറ്റൊന്നും പഠിച്ചില്ലല്ലോ, ആദ്യം പഠിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്തുവാ 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 പ്രാർത്ഥിക്കാൻ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. ഇനി ഒന്നുകൂടെ ചോദിച്ചേ, പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചേ. കണ്ടോ, മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒരു ചർച്ചിൽ വരുന്നൊരു ദൈവവൈതൽ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ആ സഭയിലെ പാസ്റ്റർക്ക് തലവേദനയില്ല. അതിൻ്റെ കാരണം അറിയോ? ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട സ്വഭാവമൊക്കെ ഈ പ്രാർത്ഥിക്കുന്നവരുടെ അങ്ങ് ചൊവ്വാവും. കണ്ടോ, മിണ്ടുന്നില്ല. ലോകത്തിൽ ആരുടെ മുമ്പിലും കരയാത്തവൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ കരയോ? കണ്ടോ, മിണ്ടുന്നില്ല. പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ കരയാൻ പറ്റുന്നില്ല. എന്നിട്ട് പുള്ളി എന്നോട് പറയുക, ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പം ഭാര്യ കാണുന്ന ചുമന്നുള്ളി എടുത്തുകൊണ്ട് പോകും. ഞാൻ ചോദിച്ചു, അതെന്തോ ഇനാ? ആ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഓടിച്ചിട്ട് ഞാൻ കണ്ണി തേക്കും. അങ്ങനെയല്ലോ ഒന്ന് കരയാനാ. എൻ്റെ ഭാഷ അങ്ങനെ കരയാൻ പഠിച്ച ഞാൻ ഇപ്പൊ ഒരു തോർത്ത് തന്നാൽ അത് കണ്ണുനീര് കൊണ്ട് ഞാൻ നിറയ്ക്കും. പിടികിട്ടി? ആഗ്രഹമാ കരയാൻ. ഓ, രമ്യ പറയുക, എൻ്റെ തലയെ വെള്ളം കൊണ്ട് നിറക്കണേന്നാ. എന്തിനാ കരയാൻ? ഒരു ആമീൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കറിയാമോ, ചില വിഷയത്തിനകത്തൊക്കെ കരഞ്ഞെഴുന്നേക്കുമ്പോൾ എന്തോ ഒരു സംതൃപ്തിയാ. മനസ്സിലായിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അന്നേ ദൈവസന്നിധി രക്ഷിക്കപ്പെട്ടു വന്നിട്ട് എനിക്കും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. കരയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അല്ലാത്തപ്പോൾ വേണേ കരയും. പക്ഷെ പ്രാർത്ഥിക്കുമ്പം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം പ്രാർത്ഥനയെ ഓർക്കും. അന്നേരം അറിയാതെ കരച്ചിൽ വരും. അങ്ങനെ കരഞ്ഞു പഠിച്ച് ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് 4 വാക്ക് പറഞ്ഞാൽ കരച്ചിൽ വരും. അതെന്നാ കാര്യം? കരഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിച്ചു. അറിയോ? ബൈബിളിലെ വാക്ക് കേൾക്കണോ? ഹല്ലേലൂയ. നീ കട്ടിലെ ഇരുന്ന് കരഞ്ഞാലും
കട്ടിലിന് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞാലും, കരഞ്ഞ കരച്ചിൽ ടിഷ്യൂവിൽ ഒപ്പിയെടുത്ത് വെളിയിൽ കളഞ്ഞാലും, അത് കർച്ചീഫിൽ എടുത്തു കളഞ്ഞാലും ബൈബിള് പറയാം, അല്ലടാ അതെന്റെ തുരുത്തിയില. നിന്റെ കണ്ണുനീര് അവൻ എന്ത് ചെയ്തിരിക്കുക? തന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുക. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീക ദൂത് പറയുക. പ്രാർത്ഥിക്കാൻ പഠിക്കണം, കരയാൻ പഠിക്കണം, നിലവിളിക്കാൻ പഠിക്കണം. മോശയുടെ മിനിസ്റ്ററുടെ വിജയം അറിയോ? മോശ പഠിച്ച ഡിഗ്രി ഒന്നുമല്ല മോശയുടെ വിജയം. പ്രശ്നം വന്ന കമണ് വീട് കരഞ്ഞുകളി. ഒരാമയും വരുന്നില്ല. ചെങ്കടന് മുമ്പിൽ എത്തിയപ്പോൾ എല്ലാവരും കൂടെ എറിയാൻ വന്നു. കരഞ്ഞു നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, മുന്നോട്ട് പോക്കോ, ഒരുത്തനും നിന്നെ എറിയത്തില്ല. കേട്ടോ, ഒരു ആത്മീക ദൂത് പറയാം. നീ ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്തോ പഠിക്കണം? പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്താ പഠിക്കണം? അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ സഭായോഗത്തിന് ശേജക്കർ അല്ല, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ പേഴ്സണൽ പ്രയർ ഉണ്ടോ എന്ന് ചോദിച്ചേ. ഒന്ന് ചിരിച്ചോണ്ട് ചോദിച്ചേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഹല്ലേലൂയ. നമ്മൾ എത്ര നേരം വേണേ ഫേസ്ബുക്ക് നോക്കിയിരിക്കും. എല്ലാവരും കൂടെ എന്നെ നോക്കും. ആരും ഫേസ്ബുക്ക് നോക്കുന്നില്ല. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ ഇരുന്നാൽ തന്നെ, പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഈ 2 വീട് അപ്പുറം ഇപ്പുറം ആണെങ്കിലേ ആ വീട്ടിലുള്ളവരെല്ലാം കൂടെ ആ ഒരു വീട്ടിലങ്ങ് തിണ്ണയിലങ്ങ് കൂടും. എന്നിട്ട് എന്തുകൊണ്ട് വിശേഷ സുഖമായിരിക്കുന്നോ, മോൻ എന്തോ പഠിക്കാൻ പോയിക്കോ, ബാംഗ്ലൂരാണോ, കാനഡയിലാണോ, പാരീസിലാണോ, ജർമ്മനിലാണോ ഒക്കെ ചോദിച്ച് വർത്താനം പറയാം. ഇപ്പം 4 പേര് കൂടിയാൽ തന്നെ 4 ഫോണുമായിട്ടാണ്. ഒരാള് മിണ്ടുന്നില്ലല്ലോ. അപ്പൊ പ്രാർത്ഥനാശീലം നഷ്ടപ്പെടരുത്. പ്രാർത്ഥിക്കാൻ പഠിക്കണം. പഠിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ്. ഏത് മാറാത്ത സ്വഭാവവും പ്രാർത്ഥിച്ചാൽ മാറും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നോക്കി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥിക്കാം. ഇപ്പൊ രാത്രി 12 മണിക്ക് വേണേ ഫേസ്ബുക്കാണ്, രാത്രി 12 മണിക്ക് പ്രാർത്ഥിക്കുവോ? അവിടെ മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥിക്കാൻ പറയാം, പാസ്റ്ററെ അങ്ങ് പെടലി അങ്ങ് കഴിക്കുക, ഉറക്കം വരുക, അയ്യോ ഞാൻ കട്ടിലോട്ട് കിടന്നതറിയാം. എന്നാ ഫേസ്ബുക്ക് കണ്ടാലോ 2 മണി വരെ അവിടെ കിടക്കും. ഇനിയും വല്ലതും ഉണ്ടോ? ഇതാണെന്ന് നോക്കിയാൽ തീരത്തുമില്ല. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? പിന്നെ ഞാൻ ഫേസ്ബുക്ക് നോക്കത്തില്ലയോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ നിങ്ങളൊരു നല്ല പ്രസംഗം കേട്ടെ, പകുതിയാകുമ്പോൾ നിങ്ങൾ ഓർമ്മ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നിന്റെ കുടുംബജീവിതം രക്ഷപ്പെടും. എന്നോട് ദൈവം പറയാ, എത്ര അലങ്കോലപ്പെട്ട് കിടക്കുന്നതിനെയും പ്രാർത്ഥന അലങ്കരിച്ചുകൊണ്ട് വരും. എത്ര ദുർഗന്ധം വമിക്കുന്നവനെ പ്രാർത്ഥന സുഗന്ധമാക്കിക്കൊണ്ടുവരും. മനസ്സിലായവരായി സ്തോത്രം ചെയ്യുക. നമുക്ക് ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂത് പോകണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, വചനം പ്രസംഗിക്കുമ്പോൾ കുടുംബജീവിതത്തിനകത്ത് വിടുതൽ നടക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ചില കുടുംബജീവിതത്തിൻ്റെ പ്രോബ്ലം സാമ്പത്തിക പ്രശ്നമാണ്. എന്തുവാ? ഫൈനാൻഷ്യൽ പ്രോബ്ലം. അതൊരു വലിയ പ്രോബ്ലമാണ്. ഈ സദൃശവാക്യം ചമച്ചപ്പം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 30-ാമത്തെ അധ്യായത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. സ്തോത്രം. ആ ഭാഗം ഞാനത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 30-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. വ്യാജവും ഫോഷ്കും എന്നോട് അടുത്ത ലൈൻ മുതൽ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. ശലോമോൻ പ്രാർത്ഥിക്കുക, കർത്താവേ ദാരിദ്ര്യവും എനിക്ക് ദാരിദ്ര്യവും വേണ്ട, സമ്പത്തും വേണ്ട, നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണം. എന്തുവാ അതിന്റെ അർത്ഥം? എന്തുവാ? മുട്ടില്ലാതെ എല്ലാ കാര്യവും രാജകീയമായി തന്ന് അങ്ങ് പോറ്റിയാൽ മതി. വേണ്ട, മിണ്ടുന്നില്ലല്ലോ. എന്നിട്ട് അടുത്തോടെ കേട്ടെ, അതിന് താഴെയുണ്ടോ? ഞാൻ തൃപ്തനായി തീർന്നിട്ട് ഞാൻ മുമ്പേ വായിച്ചത് നമുക്ക് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ദാരിദ്ര്യവും വേണ്ട, സമ്പത്തും വേണ്ട, അതിനിടയ്ക്കുള്ളൊരു ലെവലുണ്ട്. ഗ്ലോറി. നിങ്ങൾക്കറിയോ, ഈ നമുക്ക് സമ്പത്ത് ചിലപ്പോൾ കൂടിയാൽ നമ്മൾ അഹങ്കാരിയാകാൻ സാധ്യതയുണ്ട്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ താഴത്തെ കൂടെ വായിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിഷേധിപ്പാനും, ഞാൻ അങ്ങ് സമ്പന്നനായി കഴിയുമ്പോ യഹോവ ആരെന്ന് ദൈവം ആരാന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. അവൻ പ്രാർത്ഥിക്കുക, കർത്താവേ, സമ്പന്നനായിട്ട് ഞാൻ സഭയിൽ ഒരു അഹങ്കാരിയാകാതെ, ദരിദ്രനായിട്ട് മോഷ്ടിച്ചിട്ട് നിന്റെ നാമത്തിന് അപമാനം വരുത്താനും ഇടയാകാതെ നിത്യവൃത്തി തന്ന് എന്നെ പോറ്റണേ. എന്തുവാ അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കളോട് ദൈവം പറയാം, നിത്യവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുക, 40 ലക്ഷത്തിന് അടുത്തു വരുന്ന ജനസമുദ്രത്തോട് പറയുക, കൊച്ചു പിള്ളേർ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ചുമ്മാ ഒരു കണക്കാ, 30-നും 40-നും ഇടയ്ക്ക് ഒരു കണക്ക്. അത്രയും പേർക്ക് തിന്നാനുള്ള മന്ന അതത് ദിവസം പൊഴി. നിങ്ങൾ ശ്രദ്ധിക്കണം. നിത്യവൃത്തിയെ കുറിച്ച് പറയുക, നാളെ പൊഴിയോ? പൊഴിയുമായിരിക്കും. പക്ഷെ ഒരു 10 ദിവസം പൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവര് പറയും നാളെ എന്തോ ചെയ്യും, പൊഴി എന്ന് പറഞ്ഞാൽ കണ്ട് സന്തോഷിക്കാൻ ഒന്നുമില്ല, പക്ഷെ കാര്യമെല്ലാം കൃത്യമായിട്ട് പോകും. ഗ്ലോറി. സാരാപത്തിലെ വിധവയുടെ വീട്ടിൽ ഏലിയാവ് ചെന്നു. ഇച്ചിരി മാവ് ഇച്ചിരിയുള്ള എണ്ണയുള്ള വീട്ടിൽ പ്രവാചകൻ പറയുക, ഇനി മഴ പെയ്യുന്ന കാലം വരെ ഈ തുരുത്തിയിലെ എണ്ണ വറ്റത്തില്ല, കലത്തിലെ മാവ്. എന്നാൽ നോക്കിയാൽ എത്ര ഉണ്ട്, എപ്പോഴും ആ ഒരു തവിയുണ്ട്. പക്ഷെ 1000 പേര് കഴിച്ചാലും ആ ഒരു തവിയുണ്ട്. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു ആത്മീക ദൂതൂടെ പറയാം, നീ സമ്പന്നനായില്ലെന്ന് കരുതി വിഷമിക്കരുത്, ദരിദ്രനായെന്ന് കരുതി സങ്കടപ്പെടരുത്. ഇതിനിടയ്ക്ക് നിന്നെ പോറ്റുന്ന വേറൊരു സിസ്റ്റം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഓ ഹല്ലേലൂയ. അതനുഭവിക്കുന്ന ചില ദൈവമക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദറെ എങ്ങനെയുണ്ട്? അവർ പറയും, കർത്താവ് നടത്തുന്നു. എന്തുവാ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളുടെ ബ്രദറെ ലൈഫ് എങ്ങനെയുണ്ട്? ഭയങ്കര കഷ്ടതയാ ബ്രദറെ എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ചിലര് വേറൊരു ലെവലിൽ പറയും ഭയങ്കര സമൃദ്ധിയാ. വേറെ ചിലർ പറയും കർത്താവ് രാജകീയമായിട്ട് അങ്ങ് നടത്തുകയല്ലയോ. ഏറ്റവും നല്ല പദം ഏതാണെന്നറിയോ? കർത്താവ് രാജകീയമായി അങ്ങ് നടത്തുക. എത്ര പേര് അതിന് ആമയും പറയും? സമ്പന്നനാക്കിയില്ലെന്ന് കരുതി വിഷമിക്കരുത്, ദരിദ്രനായെന്ന് കരുതി സങ്കടപ്പെടരുത്. ഇത് രണ്ടിൻ്റെ മധ്യത്തിൽ നിത്യവൃത്തി തന്ന് ദൈവത്തെ ത്യജിക്കാതെ, ദൈവത്തെ ആമി നിന്ദിക്കാതെ, അവനെ ബഹുമാനിച്ചാരാധിച്ച് ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചില കുടുംബജീവിതത്തിനകത്ത് ഇസഹാക്കിന്റെ കുടുംബജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾ ഇസഹാക്കാ. അബ്രഹാമിന്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം പറയുന്ന ആൾ ആരാ? അബ്രഹാമാ. എന്നാൽ ഹന്നായുടെ കുടുംബജീവിതത്തിൽ വന്നപ്പം സംഭവം തിരിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾ ആരാ? ഹന്നായ. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, 10 മക്കളെക്കാൾ ഞാൻ നല്ലവനാ, നിനക്ക് എല്ലാത്തിൽ ഇരട്ടി ഓഹരി പിടിച്ചോ. സ്തോത്രം. നീ എനിക്ക് എല്ലാമാണ്, വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക. അവള് പറഞ്ഞു, അതല്ല, എനിക്ക് പരിഹാരം വേണം. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം, സ്വാന്തനത്തിന്റെ വാക്ക് നല്ലതാണെങ്കിലും വിടുതൽ വന്നാലേ പരിഹാരമാകും. ചില കുടുംബജീവിതങ്ങൾക്കകത്ത് വിടുതൽ വരാൻ പോവാ. നിന്റെ വിഷയം സന്തതിയായിരിക്കാം, നിന്റെ വിഷയം സമ്പത്തായിരിക്കാം, നിന്റെ വിഷയം കുഞ്ഞിന്റെ ഫ്യൂച്ചറാകാം. എന്തായാലും വാഗ്ദത്ത നിവർത്തി ഉടനെ തരാൻ ദൈവം വിശ്വസ്തന. ഇനി ശൂന്യംകാരത്തിയുടെ ജീവിതത്തിൽ വരുമ്പം, ശൂന്യംകാരത്തെ കുറിച്ച് ബൈബിൾ കേൾക്കുന്ന അവരുടെ ഭർത്താവ് വൃദ്ധനായി, വയോധികനായി, അല്ലെങ്കിൽ പ്രായമായി. ഹല്ലേലൂയ. അവളുടെ വിഷയത്തിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന അവളാണ്. ഹല്ലേലൂയ. അവളാ പറയുന്നത്, ഇതിലൊരു ഉപദേശിച്ച് പോകുന്നുണ്ട്, വീടിനോട് ചേർന്ന് ഒരു മുറി പണിയണം, അതിനകത്ത് ഇന്ന ഫർണിച്ചർ വേണം, അവര് വരുമ്പോൾ അവിടെ കയറി വിശ്രമിക്കണം. ഇതെല്ലാം പറയുന്ന ഇവളാണ്. കാരണം എന്താ? സമയം കഴിഞ്ഞു പോയിട്ടും പ്രായം കഴിഞ്ഞു പോയിട്ടും അവള് പറയുന്നത് ഇനിയും വാഗ്ദത്തങ്ങൾ നിറവേറും.
നിന്റെ മനസ്സിനകത്തൊരു ഫീൽ ഉണ്ടാകണം. കേട്ടേച്ച് പോകുന്ന സെക്ഷൻ അല്ല, ഈ ദിവസങ്ങളിൽ കാണാൻ പോവുക. നിന്റെ സന്തതിയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള വാഗ്ദത്തം, ഭാവിയെ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ടു ഗോഡ്. പേഴ്സണലി ഒരു ഡോക്ടർ എന്നെ കാണാൻ വന്നു. മെഡിസിൻ കഴിഞ്ഞ് പാസ്സായി ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അവൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഹല്ലേലൂയ, എന്നോട് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങൾ ഡോക്ടർ ആകുമെന്ന്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നെ നേഴ്സാക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, പൈസ ഇല്ലല്ലോ, നേഴ്സാക്കിയേക്കാം. അങ്ങനെ ഹല്ലേലൂയ, എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് അപ്പനും അമ്മയും തീരുമാനിച്ചു. പ്ലസ് 1 അടിപൊളി മാർക്ക് കിട്ടി. പ്ലസ് 2 തോറ്റുപോയി. നേഴ്സിങ്ങിന് ആ വർഷം കൊണ്ട് അഡ്മിഷന് അഡ്വാൻസ് ആയിട്ട് കൊണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു. അത് പോവുകയും ചെയ്തു. അവൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ പിന്നെ ഞാൻ എഴുതി പാസ്സായി. പാസ്സായപ്പം എൻ്റെ അപ്പനും അമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പദ്ധതി അല്ല ദൈവത്തിൻ്റെ പദ്ധതി, അതുകൊണ്ടാണ് നീ തോറ്റെ. പാസ്റ്റർ പ്ലസ് 2 തോറ്റ പെണ്ണിന് മെഡിസിൻ പഠിക്കാൻ പറ്റുമോ? അവൾ എഴുതി പാസ്സായി, നീറ്റ് എഴുതി പാസ്സായി, മെഡിസിൻ പഠിച്ചു. ജീസസ്. ഇപ്പം അവൾ പാസ്സായി ഇറങ്ങി, അവൾക്ക് ഹയർ സ്റ്റഡീസിനും കിട്ടി. ഇപ്പം ഞാൻ എന്തിനായി ദൂത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം നിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന അത് മറ്റൊരു വിജയത്തിലെത്തിക്കാനാ. മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യാവൂ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിനക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, ചില തടസ്സങ്ങൾ, ചില പോരാട്ടങ്ങൾ നിന്റെ തകർച്ചയ്ക്കല്ല, നിന്റെ കുടുംബത്തിന്റെ വിജയത്തിനാ.